നമുക്ക് ഇവരുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? സുനിൽ കുമാറിന്റെ കണക്ക് പ്രകാരം ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശ്ശൂരിൽ നേട്ടം കിട്ടും. ക്രൈസ്തവ വോട്ടിന് ഒരു ഭാഗം തനിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. തൃശ്ശൂരുകാരൻ എന്നതും ഗുണം ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് സുനിൽകുമാർ കണക്കാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP അതേ സമയത്ത് ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശ്ശൂർ ഇതേ സ്ഥലങ്ങൾ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളും നിഷ്പക്ഷ വോട്ടുകളും സുരേഷ് ഗോപിക്ക് എന്നൊരു കണക്ക് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നത്. 4 ലക്ഷം വോട്ട് പിടിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, കെ മുരളീധരനെ അവിടെ കൊണ്ട് ഇറക്കുന്നത് വലിയ വാർത്തയാക്കി കൊണ്ടുവന്നു. പക്ഷേ പ്രചാരണത്തിൽ ആ രൂപത്തിലല്ല പോയിരുന്നത് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അവസാന ഘട്ടമായപ്പോഴാണ് വലിയ രീതിയിൽ പ്രചാരണത്തിലേക്ക് പോയിട്ടുള്ളത്. കോൺഗ്രസ് എക്സിറ്റ് പോൾ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നല്ലേ പറഞ്ഞത്? മനു അഭിഷേക് സിംഗ് ഇരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തെ കണക്കൂടി നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞ തവണത്തെ 28.19% നിന്ന് 11% വോട്ടുകൾ കൂടി വേണം, അഥവാ 12% വോട്ടുകൾ. എന്താ പ്രശ്നം അറിയോ? കഴിഞ്ഞ പ്രാവശ്യം രാജാജി മാത്യു ആണ് സ്ഥാനാർത്ഥി. അതെ, മനസ്സിലായി. ഇപ്രാവശ്യം സുനിൽകുമാർ കറക്റ്റ് ത്രികോണ മത്സരം. അത് എന്ത് പറഞ്ഞു ഇരട്ടി എഫക്റ്റോടുകൂടി ഇടതുപക്ഷം മത്സരിക്കുന്ന സ്ഥലമാണ്. എന്താണെന്നറിയോ? 11% വേണ്ടി വരില്ല. ലോജിക് ഈസ് വെരി സിമ്പിൾ സാർ. കഴിഞ്ഞ തവണ രാജാജി മാത്യുവിനെ നിർത്തുമ്പോൾ വളരെ ദുർബലനായ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടി 28%-ൽ 1% വോട്ട് പോലും മാറില്ല എന്ന് കരുതുക, സ്റ്റാറ്റസ് കോ ഉണ്ടെന്ന് കരുതുക. അഡീഷനാണ് ഇനി വരാനുള്ളത്. ഒരു വോട്ടും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവർ മാറ്റി ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല. മാത്രമല്ല വലിയ പ്രചരണം ഇത്തവണ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അഡീഷൻ മാത്രമേ അതിൽ സംഭവിക്കാറുള്ളൂ. വേറൊരു ഒരു കാര്യം കൂടി സാർ, രാജാജി മാത്യുവിന് ലഭിച്ചതാവട്ടെ 30% വോട്ട് മാത്രമേ. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1.5%. അവിടെ വരുന്നതാരാണ്? സുരേഷ് ഗോപിയുടെ ഒപ്പം മത്സരിക്കാൻ വരുന്നത് സുനിൽകുമാറാണ്. അപ്പോൾ സുനിൽകുമാർ സുരേഷ് ഗോപിയുടെ വോട്ടല്ല ചോർത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും TN പ്രതാപന്റെ കോൺഗ്രസിന്റെ വോട്ടാണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. അപ്പോ ആ ഷിഫ്റ്റ് അവിടെ വരുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? 39% വേണ്ട. അതാണ് കറക്റ്റ് അല്ല. പക്ഷെ നിങ്ങൾ അസ്യൂം ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാർ പിടിക്കാൻ പോകുന്നത് മുരളീധരന്റെ വോട്ടാണ് എന്ന് ഏകപക്ഷീയമായി അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയില്ല.